വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുവന്ന് ഒരുമിച്ചിറങ്ങിയത് ആർക്കുള്ള സന്ദേശമായിരുന്നു? വെള്ളാപ്പള്ളി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രസംഗങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അങ്ങ് തന്നെ പല ചർച്ചകളിലും ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയെ കൊണ്ട് വരിക, അതിനുശേഷം മറ്റൊരു തരത്തിൽ മതാതീത സംസ്കാരത്തെക്കുറിച്ചൊരു വലിയ പ്രസംഗം അപ്പുറത്ത് നടത്തുക, രണ്ടും തമ്മിൽ ചേർന്നു പോകുന്നില്ലല്ലോ. സ്മൃതി, ഇപ്പോൾ എൻ്റെ നല്ല സുഹൃത്താണ് പടിവാറ. അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ഔത്സുക്യം, കക്ഷി രാഷ്ട്രീയപരമായ ഔത്സുക്യം കാണുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒരു കാര്യം സ്പഷ്ടമായിട്ട് നമുക്ക് ക്രോഡീകരിക്കാം. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് നടത്തിയ പരിപാടി കൊണ്ട് മെറിറ്റ് അല്ല, അതിനേക്കാളേറെ ഡീമെറിറ്റ്സ് ആണ് ഉണ്ടായത് എന്നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചത്. ആണല്ലോ ശ്രീ പൊടിപാറ. അതിരിക്കട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെ ഇരുന്നോട്ടെ. താങ്കൾ ചോദിച്ചതിലേക്ക് ഞാൻ വരാം കേട്ടോ, പക്ഷെ ഇതൊന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ് ഇത്. ഈ അദ്ദേഹം പ്രധാനമായിട്ട് വേവലാതിപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഈ 2018 ഇഷ്യൂ. സ്മൃതി, അന്നും ഞാൻ പല ചാനൽ ചർച്ചകളിലും പങ്കെടുത്ത്, ഇൻക്ലൂഡിംഗ് റിപ്പോർട്ടർ ചാനൽ പങ്കെടുത്ത്, പിന്നെ ജനം ടി വിയിൽ പോലും പങ്കെടുത്ത് ഞാൻ എൻ്റെ അഭിപ്രായം അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത്, അന്ന് ഗവൺമെന്റ് അത് മനസ്സിലാക്കിയ ഒരു തകരാറ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ തകരാറെന്ന് പറയുന്നത്, ഈ പ്രശ്നം ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം കേവലമായ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട്, ക്രമസമാധാന പ്രശ്നമായിട്ടാണ് ഗവൺമെന്റ് അതിനെ കൺസീവ് ചെയ്തത്. അതാണ് അവർക്ക് പറ്റിയ വലിയ തകരാറ് എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുക. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനം ടിവിയുടെ കഴിഞ്ഞ ഒരു മാസത്തെ 3 ചർച്ചയിലും ഒരു ജനസഭയിൽ ഉൾപ്പെടെ 4 പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ജനസഭ 1.5-2 മണിക്കൂർ ഉണ്ടായിരുന്നു. അതിലൊക്കെയും ഞാൻ ഈ തർക്കം വരുമ്പോൾ ഞാനിത് എൻ്റെ നിലപാട് ഇതാണ്. പക്ഷെ അത് തെറ്റായിരുന്നു എന്നും അത് ക്രമസമാധാന പ്രശ്നമായിട്ട് കണ്ടത് തെറ്റായിരുന്നു എന്നും CPM തന്നെ പിന്നീട് വിലയിരുത്തുകയും അവരത് അതിനൊരു തിരുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവരതിലേക്ക് വീടാന്തരം കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, 2019 ഫെബ്രുവരിയിൽ പിന്നെ പിണറായി വിജയന്റെ ഒരു തിരുത്തൽ മുഖ്യമന്ത്രി നിലയ്ക്ക് തന്നെ വരുന്നത്, പിന്നെ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു പുതിയ ബെഞ്ച് ഇത് പരിഗണിക്കുന്നുണ്ടല്ലോ, 9 അംഗ ബെഞ്ച്. അതിന്റെ തീരുമാനം വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ എന്തെങ്കിലും പൊതുവായ ആലോചനകൾ വേണ്ടതുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ മതസമൂഹവും വിശ്വാസ സമൂഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിന് ഗവൺമെന്റിന് മടിയൊന്നുമില്ല എന്നതും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ പൊടിപാറ പറയുന്നത് വലിയൊരു പിന്നെ തെറ്റുള്ളത് എവിടെയാണെന്നറിയോ? തെറ്റ് എന്ന് തന്നെ ഞാൻ പറയും. ജനാധിപത്യപരമായ തെറ്റുള്ളത് ഇതിന്റെ അന്നത്തെ പ്രായച്ചിത്തമായിട്ട് ഇപ്പൊ ഇനി വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് ഗവൺമെന്റ് ഇത് ചെയ്യുന്നത്, ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് വാദിക്കുന്നവർക്ക് പറ്റുന്ന തെറ്റ് എന്ന് പറയുന്നത്, ഈ സംഭവം കഴിഞ്ഞിട്ടാണ് 2019 വലിയ തകർച്ച LDF അനുഭവിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചറിവ് നടത്തി. അതിനേക്കാളും വലിയ തിരിച്ചുവരവായിരുന്നു 2024 നിയമസഭയിൽ 91 98 അസംബ്ലിയിൽ ഭൂരിപക്ഷം. അപ്പൊ അത് കാണിക്കുന്ന എന്താണ്? ശ്രീജയേന്ദ്രൻ, നമുക്ക് കോവിഡ് കാലം, കോവിഡിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് 2019 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അങ്ങ് തന്നെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വീടുകളിൽ കയറി ഞങ്ങൾക്കൊരു പിഴവ് പറ്റി എന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിലപാട് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ നേതാക്കൾ എന്തിനാണ് രോഷം കൊള്ളുന്നത്? ആ ഒരു വ്യക്തതയോടുകൂടി ആ വാചകം പറഞ്ഞു കേട്ടാൽ മതി. ഞങ്ങളുടെ പിഴവായിരുന്നു അത്, ഞങ്ങൾ അതിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു, ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ചോദ്യമില്ല. ജയചന്ദ്രന്റെ നിലപാടല്ല പ്രധാനം, സർക്കാരിന്റെ നിലപാടാണ് പ്രധാനം. CPMന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട്. കാരണം ഇത് കോടതി ഉത്തരവ് നടപ്പാക്കുക എന്ന രൂപത്തിൽ നേരത്തെ ശ്രീ കബിക്കാട് പറഞ്ഞ പോലെ സർക്കാരിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുക എന്ന രൂപത്തിൽ മാത്രമായിരുന്നില്ല. ഇവിടെ ഒരു 2ാം നവോത്ഥാനം സാധ്യമാണ് എന്ന രീതിയിൽ അതങ്ങ് ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായി ഇവിടെ നവോത്ഥാന സമിതി രൂപീകരിക്കുകയും ഇവിടെ വനിതാ മതിൽ തീർക്കുകയും സകലയിടത്തും വലിയ രീതിയിൽ പ്രസംഗങ്ങൾ നടത്തുകയും വിപ്ലവ പ്രസംഗങ്ങൾ പലരെയും ആവേശം കൊള്ളിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരുപാട് പേർ അതിൻ്റെ ഒപ്പം നിന്നിരുന്നു. പക്ഷെ അത് വോട്ടായില്ല എന്ന തിരിച്ചറിവിൽ അതിൽ നിന്നും പിന്നാക്കം നടക്കുന്നു, തിരിഞ്ഞു നടക്കുന്നു. അതല്ലേ സംഭവിച്ചിട്ടുള്ളത്? അതിലെന്താണ് ഒരു തെറ്റുപറച്ചിൽ? ഓക്കെ,
അല്ല, ഓക്കെ സ്മൃതി, ഇതിന്റെ പൊടിപാറ ഇടയ്ക്ക് പറഞ്ഞല്ലോ ജയചന്ദ്രൻ അല്ല CPM ആണ് പറയേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പിന്നെ നിങ്ങളുടെ ചാനലിന്റെ CPM ബീറ്റ് നോക്കുന്ന സ്പെഷ്യലിസ്റ്റുകളുണ്ടല്ലോ, അവർക്കറിയാൻ കഴിയും. എന്താണെന്നറിയാമോ? 2019 ഫെബ്രുവരി മാസത്തിൽ CPM സ്റ്റേറ്റ് കമ്മിറ്റി കൂടി പാർട്ടി കത്ത് 2 എന്ന് പറഞ്ഞ നമ്പറിട്ടൊരു കത്ത് 2019 ഇറക്കിയിട്ടുണ്ട്. ഈ CPM ബീറ്റ് നോക്കുന്നവർക്ക് അവരുടെ കയ്യിൽ കാണും ഒരുപക്ഷെ. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എത്തിച്ചു തരാം, കുഴപ്പമില്ല. അപ്പൊ അതിൽ വ്യക്തമായി CPM സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഈ ഇലക്ഷൻ റിവ്യൂ ഇത് നടത്തിയിട്ട് ഈ പിന്നെ 2018 പ്രതിഷേധത്തിന് ശേഷം ആണ് ഈ കത്ത് 2 വരുന്നത്. അതിനുശേഷമാണ് വീട് വീഴാൻ കയറി ഇറങ്ങാൻ തീരുമാനിക്കുന്നത്. പിന്നീട് 2019 ജൂണിലാണ് പാർട്ടി കത്ത് 3 വരുന്നത്. അതിലാണ് ഇലക്ഷൻ റിവ്യൂ ഉള്ളത്. അതിൽ വേറെ കുറെ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അത് നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതിയല്ലോ പാർട്ടി നിലപാട് എന്താണെന്നുള്ളത് അറിയാൻ. അത് ഈ പാർട്ടി കത്ത് 2 2019 ഫെബ്രുവരിയിലെ കത്തിലുണ്ട്. അപ്പൊ അതിൽ വ്യക്തമായ നിലപാട്, പറ്റിയ തെറ്റ് CPM പാർട്ടിക്കകത്ത് സമ്മതിച്ചിട്ടുണ്ട്. പാർട്ടിക്കകത്ത് പുറത്തു കൊടുക്കുന്നതല്ല, പാർട്ടിക്കകത്ത് മാത്രം ചർച്ച ചെയ്യാൻ വിതരണം ചെയ്യുന്നതാണ്, ബ്രാഞ്ച് വരെ കൊടുക്കുന്നതാണത്. അപ്പൊ അതിലത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയാതിരിക്കുന്നില്ല. മറ്റൊരു കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജനസഭയുടെ കാര്യം, ആഗോള ബദൽ സഭയുണ്ടല്ലോ, ആഗോള സഭയ്ക്ക് ബദലായിട്ടുള്ള നാളത്തെ സഭ, ഇത് സംബന്ധിച്ചുള്ള പ്രധാന ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ ഞാൻ കുറെ ചർച്ചകൾ ഇതിനകത്ത് പങ്കെടുത്തു. ജനത്തിൽ പ്രധാനപ്പെട്ട ചർച്ച വരുന്നത് അവിശ്വാസികളുടെ പ്രശ്നമാണ്. അവിശ്വാസികളിലും വിശ്വാസികളും നമ്മൾ ഏറ്റുമുട്ടലായിട്ട് ഇതിനെ ചിത്രീകരിക്കാൻ വളരെ ബോധപൂർവമായ ഒരു കാപട്യം. അതാണ് പിന്നെ ഇതിനൊക്കെ ആരാണ് വഴിവെക്കുന്നത് എന്നൊരു വിഷയമുണ്ടല്ലോ ശ്രീ ജയേന്ദ്രൻ. ഇവിടെ മര്യാദയ്ക്ക് ഒരു വികസന പരിപാടി സർക്കാരിന്റെ പരിപാടിയായിട്ടങ്ങ് നടത്തി കൊണ്ടുപോയാൽ മതിയായിരുന്നു. മാസ്റ്റർ പ്ലാനൊക്കെ എത്ര വർഷമായി ചർച്ച ചെയ്താണ്. അതങ്ങ് നടപ്പാക്കിയാൽ പോരെ സർക്കാരിന്? അതിനുശേഷം ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ അതങ്ങ് വിശദീകരിച്ചാൽ പോരെ? അങ്ങനെ പല പദ്ധതികളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഗമം നടത്തി അപ്പുറത്തൊരു ബദൽ സംഗമത്തിന് വഴിയൊരുക്കി ഇവിടെ ഈ രൂപത്തിൽ വർഗീയമായി നടത്തുന്ന പ്രസംഗങ്ങൾക്കൊരു വേദി ഒരുക്കി കൊടുക്കുകയാണ്. ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ വനിതാ നേതാവ് അടക്കം ഇവിടെ പറഞ്ഞു നടക്കുന്ന അങ്ങും കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ലെന്നേ. ഇവിടെ ഇപ്പോ സഭ നടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ 29 സഭയുള്ളൂ സഭ പിരിഞ്ഞിട്ട്. 17 തീയതി നിയമസഭയിലുള്ള ചോദ്യോത്തരവേളയിൽ പിന്നെ ഇത് വാസവനായിരുന്നു മുഴുവൻ ആ 1 മണിക്കൂർ. താങ്കൾക്ക് അറിയുമല്ലോ, കാണാതിരിക്കുന്നില്ലല്ലോ. പിന്നെ ലീഗിലെ ഷംസുദ്ദീൻ മുതൽ കോൺഗ്രസിലെ CR മഹേഷ് കരുനാഗപ്പള്ളി വരെ എത്രയോ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളുടെ മുഴുവൻ മറുപടിയിലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ് ഇവര് അവകാശ ലംഘനത്തിന് വേണ്ടി നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കാത്തത്. ഇല്ലെങ്കിൽ അതും പറഞ്ഞേനെ, ഇന്നലെ മുതൽ കോൺഗ്രസ് ഇന്നും പറഞ്ഞേനെ. അത് പറയാൻ നിവൃത്തിയില്ല. കാര്യം CR മഹേഷ് വരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, മറുപടിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പറയേണ്ട കാര്യങ്ങൾ എന്ന് മുതലാണ് 2006 മുതലുള്ള കാര്യങ്ങൾ അപ് ടു ഇപ്പൊ അവരുടെ വിഷൻ 2050 ആണല്ലോ. അതുവരെയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിയമസഭയിൽ വിശദീകരിച്ചത് തന്നെയാണ് ഇന്നലെ അതിന്റെ ക്രോഡീകരണമായിട്ട് മുഖ്യമന്ത്രി നടത്തിയ ഉദ്ഘാടന പ്രസംഗം. ക്രോഡീകരണമാണ്, പിന്നെ വിശദീകരണമല്ല. പിന്നെ അവിടെ നടന്ന ചർച്ചയുടെ കാര്യം, എന്റെ 2 പെൻഡ്രൈവ് ഞാൻ ആവശ്യമുള്ളവർക്ക് താല്പര്യപ്പെടുന്നവർക്ക് ഞാൻ തരാം. എന്താണ് ചർച്ച ചെയ്തത്? നിങ്ങളെ പറയുന്ന ആളുടെ എണ്ണം അല്ല എന്റെ മുമ്പിലുള്ള പ്രശ്നം. അവിടെ അവതരിപ്പിച്ച വികസന പ്രശ്നങ്ങളുടെ മാസ്റ്റർ പ്ലാനിന്റെ, മറ്റേ ക്ലൗഡ് മാനേജ്മെന്റിന്റെ, പിൽഗ്രിം ടൂറിസത്തിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഡിസ്കഷൻ നടന്നത്, ആ അവതരിപ്പിച്ച പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു വീഡിയോയിൽ. അതിലൊക്കെ ഭക്തർക്ക് എന്ത് കാര്യം എന്നുള്ള കാര്യമുണ്ടല്ലോ. വികസന പദ്ധതികൾ ഉദ്യോഗസ്ഥരെ കൊണ്ട്, പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് സർക്കാർ നടപ്പാക്കണമെന്നേ. എന്തിനാണ് ഈ രൂപത്തിലൊരു ഈ ചെലവഴിച്ചിട്ടുള്ള പരിപാടി? 7 കോടിയേ ഉള്ളൂ എന്ന് പറയുന്നു. 7 കോടി ആകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്പോൺസേഴ്സ് ഉണ്ടാകും. ആരാണ് ആ സ്പോൺസർമാർ എന്നുള്ള കാര്യം കൂടി എല്ലാം സുതാര്യമാകണമല്ലോ. ആ രൂപത്തിൽ പറയാൻ സർക്കാർ തയ്യാറാവുകയും വേണം. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശരി, വേഗം പറഞ്ഞോളൂ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അല്ല, അത് പിന്നെ ഇത് രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ ചോദ്യം വന്നതുകൊണ്ടാണ്. പൊടിവാറ ചോദിച്ചതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമായ താല്പര്യം എന്നുള്ളത് ആ മാർഗം, ആ ഭാഗം പരിഗണിക്കുമ്പോൾ ഒറ്റ കാര്യമുണ്ട് സ്മൃതി. ഈ ഏതൊരു ജനാധിപത്യ വ്യവസ്ഥയിലും ഭരണം പ്രതിപക്ഷം അങ്ങനെയാണല്ലോ. അവിടെ ഈ പൊളിറ്റിക്കൽ അണ്ടർ കറന്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഡെമോക്രസിയിൽ ഉണ്ട്. അത് പിന്നെ ഗുഡ് ഗവേണൻസോ ബാഡ് ഗവേണൻസോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അത്ര ഒരു പൊളിറ്റിക്കൽ അണ്ടർ കറന്റ് ഉണ്ട്. അത് ഭരണപക്ഷവും കാണും പ്രതിപക്ഷവും കാണും. പിന്നെ മാധ്യമങ്ങൾ കാണാൻ പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഭരണപക്ഷം പ്രതിപക്ഷം ഈ പൊളിറ്റിക്കൽ അണ്ടർ കറന്റ് എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിന്റെ അകത്ത് പലതരത്തിലുള്ള നടപടികളുണ്ടാവും. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും.
with Smriti Parathikkad.